ഓക്കെ, മെസ്സിയുടെ പേര് പറഞ്ഞ് കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് കോൺഗ്രസിന്റെ ആരോപണം. വിശ്വാസമില്ലാത്ത ഒരാളെ കൂട്ടുപിടിച്ച് വൻ കൊള്ളയ്ക്ക് സർക്കാർ ശ്രമിച്ചുവെന്നാണ് ആരോപണം. സ്പോൺസറുടെ മുൻകാല ചരിത്രവും പണത്തിന്റെ ഉറവിടവും അന്വേഷിക്കണമെന്നും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെടുന്നു. ഇല്ലാത്ത കരാറുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് GCDA എന്നും സ്റ്റേഡിയത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നും മുഹമ്മദ് ഷിയാസ് മീഡിയ വണ്ണിനോട്. മെസ്സിപ്പടയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ്, അതിനോടനുബന്ധമായി കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം, ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊരു തുടർ നീക്കങ്ങൾ? മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ ഒരു വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെസ്സി എന്തായാലും വരുന്നില്ല. അതിൻ്റെ പിന്നിൽ സ്പോൺസർമാരായിട്ടുള്ള ആളുകളുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും അവരെക്കുറിച്ചിട്ടും വലിയ പരാതികളും ആശങ്കകളും ഇന്ന് ഉയർന്നു വരികയാണ്. കാരണം എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇതുപോലെ ഒരു സ്പോൺസറെ കണ്ടെത്തിയത്? ഇവർക്ക് മുൻകാലങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തന പരിചയം ഈ പറയുന്ന സ്പോൺസർക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഒരാൾ പണം ചെലവ് ചെയ്യുമ്പോൾ ആ പണത്തിന് കൃത്യമായ റിട്ടേൺ അവർക്ക് ഉണ്ടാകണം. പക്ഷേ ഇയാൾ ആ പണം ചെലവഴിക്കും എന്ന് പറയുന്നു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുമെന്ന് പറയുന്നു. മെസ്സിയുടെ വരവിന് പറയുന്നത് പ്രാരംഭ ചെലവ് 130 കോടി രൂപ, സ്റ്റേഡിയം നവീകരണത്തിന് 70 കോടി രൂപ എന്നുള്ളതാണ്. വന്നാലും വന്നില്ലെങ്കിലും പണി പൂർത്തീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ്. ഞാനിന്ന് കണ്ടു ഈ പറയുന്ന ഈ മനുഷ്യൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാനിതാ 70 കോടി രൂപ സംഭാവന ചെയ്യുന്നു. അങ്ങനെയുള്ള വട്ടമുള്ള ഒരു മനുഷ്യനല്ല ഇയാളെന്നുള്ളത് ഇയാളുടെ മുൻകാല പൂർവ്വ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മരം വെട്ടൊരു തൊഴിലാളി ആക്കിയ ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ എവിടെ മരം കണ്ടാലും വെട്ടുന്നതാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് മരങ്ങൾ മുഴുവൻ വെട്ടിയിട്ടുണ്ട്. അപ്പം മരം വെട്ടൊരു തൊഴിലാളി ആക്കിയ ഒരാളാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പൊതുസ്വത്താണ് കേരളത്തിൻ്റെ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കരുണാകരൻ നിർമ്മിച്ച ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇക്കാലം അത്രയും അതിൻ്റെ ഒരു ചെന്നൈ IITയുടെ ഒരു റിപ്പോർട്ടുണ്ട് അതിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച്. അത് ഗുരുതരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അത് പുനരുദ്ധരിക്കാനുള്ള നടപടിയാണ് സർക്കാർ ആദ്യം സ്വീകരിക്കേണ്ടത്. അല്ലാതെ 50,000-ത്തിലധികം കാണികളെ അതിനകത്ത് കയറ്റി ഈ അന്തർദേശീയ മത്സരം കാണിക്കും, മെസ്സി വരുന്നത് കാണിക്കും എന്നൊക്കെ പറഞ്ഞത് അപകടമുണ്ടാക്കാവുന്ന ഒന്നുകൂടിയിട്ടാണ്. അതിനകത്തൊരു വലിയ ആശങ്കയുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ ഈ പറയുന്നത് പോലെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തി സർക്കാർ രക്ഷപ്പെടുകയാണ്. പക്ഷേ സ്പോൺസർ തന്നെ വന്ന് എല്ലാ ദിവസവും മാധ്യമങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് സ്റ്റേഡിയം പണിയും, എന്നിട്ട് ഞാൻ സ്റ്റേഡിയം സർക്കാരിന് വിട്ടുകൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകളല്ല കേരളത്തിലെ ജനങ്ങൾ. ഈ സ്പോൺസറെ കുറിച്ച് തന്നെ വ്യാപകമായ തട്ടിപ്പ്, കളമശ്ശേരിയിൽ നടന്ന ഒരു ഫോണുമായി ബന്ധപ്പെട്ട് ഉള്ള തട്ടിപ്പുണ്ട്. അതുപോലെ വനത്തിൽ നിന്ന് മരം മുറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കോടതിയിൽ അതെല്ലാം നടക്കുകയാണ്. അത്തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന സ്പോൺസർ. അപ്പോൾ സർക്കാരിൻ്റെ അവതാരങ്ങളാണിതെല്ലാം. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി അതിൻ്റെ ചുമതല, ആ സ്റ്റേഡിയത്തിൻ്റെ ചുമതല വർഷങ്ങളോളം എൻ്റെ കയ്യിലാണ്, ഇനി ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊന്നും കൊച്ചിയിൽ എന്തായാലും നടക്കില്ല. അതിൻ്റെ സംരക്ഷണം കോൺഗ്രസ് ഏറ്റെടുക്കും. അങ്ങനെയൊന്നും GCDAക്കും സർക്കാരിനും ഈ കേരളത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലായ ഈ സ്റ്റേഡിയം തോന്നിയതുപോലെ തോന്നിയ ആളുകൾക്ക്, സർക്കാരിനെ സംരക്ഷിക്കുന്ന PR വർക്ക് നടത്തുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല. അതിൻ്റെ പുറകിലുള്ള അജണ്ട, അതിൻ്റെ പുറകിലുള്ള കള്ളത്തരം ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. ഒരു സംശയമില്ല കാര്യത്തിൽ. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം.